വചനം നിങ്ങളെ അറിയുന്നുവോ? ഡസ് ദ വേർഡ് നോ യു? പാർട്ട് 3. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളെ വചനം എത്രമാത്രം അറിയുന്നു, നമ്മൾ വചനം അറിയുന്നെന്നല്ല, വചനം നമ്മളെ എത്രമാത്രം അറിയുന്നു എന്നുള്ള പോയിൻ്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നേ ദിവസം അത് തന്നെയാണ്. നമുക്ക് എല്ലാവരുടെ ഹൃദയത്തിൽ ഭയം കടന്നു വരും പലപ്പോഴും. ഓരോ ഈ പ്രായം കൂടുന്തോറും പ്രശ്നങ്ങൾ വലുതാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമല്ല വലുതാകുമ്പം പ്രശ്നം. അപ്പം പ്രശ്നങ്ങളെന്നും വലുതായിക്കൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ അതിനൊത്ത് ആത്മാവിൽ വളർന്നില്ല എങ്കിൽ നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഫെയിലിയറാകും. 4 തലമുറകൾ പുറകിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾക്ക് വലിയ ഒരു കവചം അതിന് ചുറ്റും നിൽക്കുന്ന ഞാൻ കാണാറുണ്ട്. പ്രാർത്ഥന എപ്പോഴും തലമുറകളിലേക്ക് പാസ് ചെയ്യും, അത് മറക്കല്ലേ. 2 തിമോത്തി 1:7 പറയുന്നത് ഗോഡ് ഹാസ് നോട്ട് ഗിവൺ എസ് എ സ്പിരിറ്റ് ഓഫ് ഫിയർ ബട്ട് ഓഫ് പവർ, ലവ് ആൻഡ് സെൽഫ് കൺട്രോൾ. മലയാളത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. 2 തിമോത്തി 1:7. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവത്രേ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഒരു ശക്തിയുണ്ട്, പവറുണ്ട്. ഈ പവർ എന്തുകൊണ്ട് നമ്മളിലില്ല? ഈ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പവറാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ശിഷ്യന്മാരോട് പോലും, എന്നെ കണ്ടതൊക്കെ ശരി, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു, എങ്കിൽ പോലും നിങ്ങൾ ടാരി ഇൻ ജെറുസലേം, യെരുശലേമിൽ തന്നെ ഇരിക്കുവിൻ അൺടിൽ യു റിസീവ് പവർ ഫ്രം മീ. അപ്പോൾ ഇത് ക്രിസ്തു വന്നിട്ട് ക്രിസ്തുവിനെ പരിപോഷിപ്പിക്കുന്ന ഒരു ശരീരമാക്കി നമ്മൾ മാറുകയാണ്. അതായത് അവൻ്റെ ശരീരം, അതായത് സ്കെമറ്റിസോ അനോയിൻറ്റിങ് പണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. വി ആർ ക്ലോതിങ് ക്രൈസ്റ്റ്. നമ്മൾ യേശുവിനെ വസ്ത്രമായിട്ട് ധരിക്കുന്ന പോലെ. അപ്പോൾ എന്നെ കാണുന്നില്ല, എന്നെ കണ്ടിട്ട് കാര്യമില്ല, ഞാനിപ്പോഴേ മരിച്ചുപോയി. ആ ഒരു പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കാമെങ്കിൽ എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ ഒരു വലിയ സാന്നിധ്യം മനസ്സിലാകും. ഈ അടുത്തിടയിലൊക്കെ ഒത്തിരി പേര് സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ വിളിച്ച് അവരുടെ നല്ല സഹിക്കാൻ വയ്യാത്ത പ്രശ്നങ്ങളുള്ളവരായിരിക്കും ചിലപ്പം വിളിക്കുന്നത്. അപ്പോഴെല്ലാം ഞാൻ വചനം എടുത്ത് പറഞ്ഞ് ഞാൻ പറയും, ഈ വചനങ്ങൾ പല പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കുക, ഈ വചനം പറഞ്ഞുകൊണ്ട് ഉറക്ക വായിക്കണം. ഒരു പോയിൻ്റാണ് അവിടെ. ഏതൊരു വചനവും 4 വചനം അറിയുന്നുള്ളെന്ന് വിചാരിക്കുക, റിപ്പീറ്റഡ്ലി അത് പറഞ്ഞ് ആ വചനം നമ്മുടേതാക്കണമെങ്കിൽ അതിനാണ് ഈ പറഞ്ഞ് നമ്മളെ മെഡിറ്റേറ്റ് ചെയ്യുക. അത് ഉറക്ക വായിക്കുമ്പം എൻ്റെ ചെവി അത് കേൾക്കുമ്പോൾ, വിശ്വാസം കേൾവിയാണല്ലോ, അപ്പോൾ ഈ ചെവിക്ക് കേൾക്കത്തക്ക വിധത്തിൽ അത് ഉറക്കെ പറയുന്നത് നല്ലതാണ്. നമ്മൾ തന്നെ പറയുമ്പോൾ അതിനൊരു വലിയ ശക്തിയാണ്. അപ്പോൾ ഈ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ഹൃദയം ഒരു ഗാർഡൻ പോലെയാണ്. അങ്ങനെയാണ് ഈ E.W. കെന്യൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, വളരെ പ്രാഗൽഭ്യമുള്ള ഒരു പ്രാസംഗികനാണ്. അദ്ദേഹം പറയുന്നത് നമ്മുടെ ഹൃദയം ഒരു ഗാർഡനാണ്. ഈ ഗാർഡനിൽ എന്ത് നീ വളർത്തുന്നുവോ അതായിരിക്കും നിനക്ക് പ്രയോജനമായി മാറുന്നത്. ശരിയല്ലേ? ഒരു ഗാർഡൻ, ഒരു തോട്ടമുണ്ടാക്കുന്ന വ്യക്തിയുടെ ആദ്യത്തെ വലിയ ജോലി, ഞാനിവിടെ ഗാർഡൻ ഉണ്ടാക്കുക, ആദ്യ മാസങ്ങളിലെല്ലാം പുല്ല് കഴിച്ച് കളയുക, വേണ്ടാത്ത എടുത്ത് കളയുക. ഇതിന് എത്ര നാളെടുക്കും നമ്മൾ വേണ്ടാത്ത. എന്നാൽ ഇപ്പോൾ ഒരു 3 വർഷത്തെ ആയപ്പോഴത്തേക്ക് ഇപ്പം പുല്ലൊന്നും അധികം കിളുക്കുന്നില്ല. ഇപ്പം വരുന്ന എല്ലാം നടുന്ന ബോൾസമായിരിക്കാം, അല്ലെങ്കിൽ ജാസ്മിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ജമന്തി ആയിരിക്കും. ഇതിൻ്റെ എല്ലാം അരി വീണിട്ട് അവിടുന്ന് അതേ ചെടികൾ കിളുത്തു വരുന്ന ഞാൻ കാണുന്നുണ്ട്. ഒത്തിരി ആയിട്ട് അത് പറിച്ച് കളയാൻ തുടങ്ങി, അത്രമാത്രം കിളുക്കാൻ തുടങ്ങി. കാരണം എന്താ? ഏത് വിത്ത് നീ ഇട്ടോ അത് കിളുക്കുന്നു. അപ്പം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഇടേണ്ട വിത്തുകൾ ലവ്, ജോയ്, പീസ്, അത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ 9 ഗുണങ്ങൾ, ഇതിൻ്റെ ഓരോ വിത്തെങ്കിലും ഒരു ദിവസം വീതം ഇടാമെങ്കിൽ എന്തൊരു പ്രയോജനം. എത്ര പേര് ഇടുന്നുണ്ട്? ചിലരുടെ മുഖം കാണുമ്പോഴേ നിരാശയുടെ മുഖമാണ്. ഈ പള്ളിയിലൊക്കെ പോകുമ്പോഴേ ഞാൻ ഒബ്സർവ് ചെയ്യും ചിലരുടെ ഫേസുകൾ. ഞാൻ പറയും അവരെന്തുമാത്രം ഭാരം വഹിച്ചുകൊണ്ടാണ് കയറി വരുന്നത്. ആ നല്ല വിത്തിട്ട് ഗാർഡനകത്ത് ഒരു പൂവുണ്ടാക്കി ആ പൂവുമായിട്ട് കടന്നു വരാൻ യേശു ആഗ്രഹിക്കുമ്പോൾ നമുക്കൊരിക്കലും ഇതൊന്ന് കിളിപ്പിക്കാനൊക്കെ ഒന്നുമില്ല. ഗാർഡൻ ഒന്നാമത് നമ്മുടെ തോട്ടത്തിനും സ്ഥലത്തിനും വേലി കെട്ടിയിട്ടില്ലല്ലോ, വേലി കെട്ടാൻ അറിഞ്ഞുകൂടല്ലോ, അതാണ് കുഴപ്പം വരുന്നത്. അപ്പം കർത്താവ് പറയുന്നത് ക്രിട്ടിക്കൽ മിസ്റ്റേക്ക്, whatever you plan continuously that will dominate. You renew your mind displacing wrong with right. അതായത് ക്രിട്ടിക്കൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ ആവലാതി പറയുന്നവരാണെങ്കിൽ ആവലാതിയുടെ വിത്തുകൾ വീണ്ടും ഇട്ടിട്ട് വീട് മുഴുവനും ചുറ്റും നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നവർ എപ്പം നോക്കിയാൽ എനിക്ക് മാത്രം ഒരു കുഴപ്പമില്ല, ബാക്കിയുള്ളവരുടെ കുറ്റം ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. സോ യു ആർ ഗോയിങ് ടു റീപ്പീറ്റ്. അത് തന്നെ നമുക്ക് തിരിച്ചു വരും. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അതെല്ലാം അങ്ങ്
ക്ഷമിക്കുക, മറക്കുക, എലിമിനേറ്റ് ചെയ്യണം. അതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ച് നല്ല വിത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒക്കുമെങ്കിൽ ചെയ്യണം. അത് എളുപ്പമല്ല, പക്ഷേ ദൈവം പറയുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അപ്പം സ്നേഹം, സന്തോഷം, സമാധാനം, അത് 3 എടുക്കാം. സ്നേഹം, സന്തോഷം, സമാധാനം. ഈ 3ൻ്റെ വിത്തെങ്കിലും കുറച്ച് നാളത്തേക്ക് ഇടുന്ന കർത്താവേ, സമാധാനം വേണം. എനിക്ക് സമാധാനം ഇല്ലാതെ നമുക്ക് ഒരിക്കലും ക്ലാരിറ്റി ഇൻ തിങ്കിങ്, ശരിയായിട്ട് ചിന്തിക്കാനൊക്കത്തില്ല. അതിൻ്റെ പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ഭയപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ ദൂത് ദിനം പ്രതി. അത് ഈ ന്യൂസ് കേൾക്കുമ്പോൾ എന്നും ഭയപ്പെടുത്തുന്ന ദൂതായിട്ട് ഇപ്പം നമ്മൾ ജനൽ തുറന്നിടത്തില്ല, വാതിൽ തുറന്നിടത്തില്ല. കാരണം ആരും വിശ്വസിക്കാൻ വയ്യാന്നാണ് എല്ലാ ന്യൂസിലും പറയുന്നത്, ഇല്ലേ? അത് കുറച്ചൊക്കെ കറക്റ്റാണ്, പക്ഷേ കുറച്ച് കറക്റ്റും അല്ല. ഭർത്താവിൻ്റെ ഒരു കവചമുണ്ടെന്ന് നമ്മൾ മറന്നു പോവുകയാണ്. ആ ഒരു കവചം മറന്നു പോകുന്നതിനാൽ നമ്മൾ ആകുലപ്പെടുകയാണ്. എല്ലാത്തിനും നമുക്ക് ടെൻഷനാണ്. ആ ടെൻഷനൊന്ന് മാറാൻ ദൈവവചനം വ്യക്തമായിട്ടും പറയുന്നു, നിൻ്റെ സ്വന്തം ചിന്തകളെല്ലാം ഇടിച്ച് താഴ്ത്തി നീ എൻ്റെ അരികെ കൊണ്ടുപോവുക. 2 കൊരിന്ത്യറിൻ്റെ 10-ാം അധ്യായത്തിന് 4-5 വരെയുള്ളത്. നിൻ്റെ ഈ സ്വന്തമായ ചിന്തകളെല്ലാം ഒന്ന് ഇടിച്ചു താഴ്ത്തി വെച്ച് നീ എൻ്റെ ചിന്തകളിലേക്ക് കടന്നു വരാൻ നോക്കുമെങ്കിൽ നീ ഒരു പുതിയ സൃഷ്ടിയായി മാറിയതിൻ്റെ പ്രത്യേകത നീ മനസ്സിലാവും. അല്ല ചുമ്മാ വചനം ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് പഴയ പോലെ, അതായത് പഴയ പോലെ തന്നെ ജീവിതമെങ്കിൽ ഒരു പ്രയോജനവുമില്ല. അതിനകത്ത് വായിക്കുന്ന 2 കൊരിന്ത്യർ 10:3 തൊട്ടുള്ള വാക്യം വായിക്കുകയാണ്. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല, എങ്കിലും ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും, ചിന്തകളാണ് എല്ലാം ഈ സങ്കല്പിച്ച് കൂട്ടിവെക്കുക, സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. അപ്പം നമ്മുടെ ചിന്താമണ്ഡലത്തിലുണ്ടാകുന്ന ഈ ചിന്തകൾ, ഈ അതുപോലെ മനസ്സിലുണ്ടായിരുന്ന ഈ ഇമോഷൻസ്, വികാരങ്ങൾ ദേഷ്യമൊക്കെ ചിലർക്ക് വരുമ്പോൾ കണ്ണ് കാണത്തില്ല. അത് നടക്കുന്ന കാര്യമായി ഇനി വിളിച്ചു വന്നു. ചെവി ഇങ്ങനെ ഇവരുടെ ഈ ചിന്തയ്ക്കകത്ത് നമ്മളൊന്ന് നിർത്തുക, ഒന്ന് മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ ആ ടൈമിൽ ഇവർ കേൾക്കൂല. ചെവി എല്ലാം ഇങ്ങനെ തീ പോലെ ഇരിക്കുകയാണ്, കണ്ണിന് കാഴ്ചയില്ല, ബുദ്ധി മന്ദിച്ചിരിക്കുക. കാരണം ഇമോഷൻസ് അതുപോലെ ശക്തമായിട്ട്. എന്നാൽ എവറി ഡേ യു ലേൺ, യു പുൾ ഇറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ വലിച്ചു താഴ്ത്തുന്ന വചനം പറയുന്നത്. എന്നിട്ട് റീപ്ലേസ് ചെയ്യണം. അത് ചെയ്യാതിരിക്കുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും വളരത്തില്ല. എന്തെങ്കിലും നന്മ നിലനിൽക്കുന്നത് ചെയ്യണമെങ്കിൽ ആത്മീക ഗോളത്തിൽ വചനത്തിൻ്റെ ആഴത്തിലേക്ക് പോയിട്ട് ആ വചനം നമ്മുടേതാക്കി മാറ്റണം. ദൈവത്തിന് നിർബന്ധമാണ്. കർത്താവ് റോമർക്ക് എഴുതിയ ലേഖനം 8:1 പറയുന്നത്, therefore അങ്ങനെയെങ്കിൽ നിനക്ക് ഇനി ഒരു ശിക്ഷാവധിയില്ല. അപ്പം നമ്മളെ ഇനി ആരും കുറ്റം പറയാൻ ദൈവം അനുവദിക്കത്തില്ല. ഇത് ദൈവീക സൈഡിൽ നിന്നാണ് ഞാനീ പറയുന്നത്. ദൈവം എനിക്ക് തുണയെങ്കിൽ പ്രതികൂലം ആര്? 8-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. യു ആർ ലിവിങ് എ ഫ്രീ ലൈഫ്. അതിന് ഭർത്താവ് പറയുന്നുണ്ട്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ്. എനിക്ക് ക്രിസ്തു എന്നിലുള്ളതിനാൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നു. ക്രിസ്തു യേശു നമ്മുടെ കർത്താവെന്ന് വെച്ചാൽ ലോഡ്ഷിപ്പാണ്. അവൻ എൻ്റെ ലോർഡ് ആൻഡ് കിങ്ങായി മാറുമ്പോൾ, യേശു എനിക്ക് പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുമ്പോൾ, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1:3 പറയുന്നത് പോലെ സകലവിധ അനുഗ്രഹങ്ങളാലും ഞാൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ ഒരു പ്രോസസ്സിൽ കൂടെ പോയി കഴിയുമ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം വരാതിരിക്കാൻ ഒക്കത്തില്ല. ഈവൻ ദൈവത്തിന് പോലെ അത് മാറ്റി പറയാനൊക്കത്തില്ല. അത്ര നിർബന്ധമായിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ കർത്താവിൻ്റെയൊക്കെ ദൂതുകൾ, ഈ പണ്ട് കാലത്ത് രാജാവ് ഒരു എഡിക്റ്റ് അല്ലെങ്കിൽ ഓർഡർ എഴുതി അത് അവർക്ക് മാറ്റാൻ ഒക്കില്ല. നമ്മൾ എസ്തറിൻ്റെ ബുക്കിൽ അത് വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1:3 പറയുന്നു, ഇതെല്ലാം നിബന്ധനകൾ കഴിഞ്ഞ് നമ്മൾ ഗാർഡനകത്ത് സ്നേഹം, സന്തോഷം, സമാധാനം ഇതൊക്കെ നമ്മൾ നടാൻ തുടങ്ങിയല്ലോ. ഒരു പ്രോസസ്സായിരുന്നു ഈ ഒരു 3 ഡേയ്സിലെ ലെസൺസ് കൊണ്ട്. അപ്പം 1:3 പറയുന്നത് സ്വർഗത്തിൽ, എഫെസ്യർക്ക് എഴുതിയ ലേഖനം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അതായത് സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളാണ്. ഈ ഒരു വാക്യം മാത്രം മെഡിറ്റേറ്റ് ചെയ്യുക. എപ്പോഴാണ്? ക്രിസ്തുവിനോടിരിക്കുമ്പം. അത് ഞാനും ക്രിസ്തു ഒന്നാകുമ്പോൾ.
അതാണ് ക്രൂശയിൽ നടന്നത്. സകല ആത്മീയ അനുഗ്രഹം. ആത്മീയ അനുഗ്രഹം വെച്ചാൽ ആത്മാവിലുള്ള ജയമാണ് ജഡീകഗോളത്തിൽ വരേണ്ടത്. ആത്മാവിൽ തോറ്റു ജീവിക്കുന്നവർ ജഡത്തിൽ കുറേ പൈസ ഉണ്ടാക്കി വെച്ച് അവസാനം കൊണ്ടുപോയി സൂയിസൈഡ് ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ആത്മീയ ഗോളത്തിൽ നിൽക്കുന്ന നമുക്ക് ഒരു പ്രാധാന്യമുണ്ടെന്നും നമ്മളെ ദൈവം തമ്പുരാൻ ക്രിസ്തുവിൽ ഓൾറെഡി അനുഗ്രഹിച്ചവരാണ്. പിന്നെ എന്തുകൊണ്ട് ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇത് മെഡിറ്റേറ്റ് ചെയ്ത് ഇത് എൻ്റേതാക്കാൻ, അതായത് എനിക്കിതുള്ളതാണ്, എൻ്റെ അവകാശമാണ്. സ്ത്രീകൾക്കൊരു പ്രത്യേക സ്വഭാവം ഞാൻ നോട്ട് ചെയ്യുന്നത്, അവരെ ശരിയായിട്ട് ആത്മാവിൽ പഠിപ്പിച്ച് അവർ നല്ല ഉറച്ചു നിൽക്കും. അതല്ല ഭയത്തിൽ പാർഷ്യൽ ട്രൂത്തിൽ അവരെ നിർത്തുന്നെങ്കിൽ അവരൊന്നിനും കൊള്ളൂല. കാരണം മനുഷ്യ സ്നേഹത്തിന് വേണ്ടി അവരെന്തും ചെയ്യും. അത് വീടുകളിലും ചുറ്റുപാടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഉറച്ച ദൈവസ്നേഹമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്നവർ അതേ സ്നേഹമുള്ള വേറൊരാളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ തമ്മിൽ ഒന്ന് ബന്ധം വരും. സ്നേഹം അത് ഈ സ്നേഹത്തിന് പല തട്ടുണ്ട്. ഈ വിശുദ്ധിയുള്ള സ്നേഹം എന്ന് പറയുന്നത് നമുക്കത് അൺഇമാജിനബിളി പ്യുവറാണ്. അത്ര അതിവിശുദ്ധമായ സ്നേഹം എന്നാണ് പറയുന്നത്. അത് ക്രിസ്തുവിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൽ ആ പരിശുദ്ധി, ബി ഹോളി ആസ് ഐ ആം ഹോളി, ഞാൻ വിശുദ്ധനാകുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുക. അങ്ങനെ നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ദൈവം പറയുന്നത് ഫെയ്ത്ത് ക്രിയേറ്റ്സ് എവിഡൻസ്. വിശ്വാസം വർദ്ധിച്ചു കഴിയുമ്പോൾ നമുക്ക് എവിഡൻസ് ഉണ്ടാകും. ചുറ്റുപാടും അതിൻ്റെ വ്യത്യാസം കാണും. ഇപ്പോൾ എൻ്റെ ഗാർഡനിൽ നിറച്ച് നല്ല ചെടികൾ മാത്രം, അതിൻ്റെ അരിയെ വീഴുന്നുള്ളൂ, വേറൊന്നും വീഴാൻ സാധ്യതയില്ല. ഒന്നാമത് വേലി കെട്ടിയിട്ടുണ്ട്, രണ്ടാമത് പഴയതെല്ലാം വേണ്ടാത്തെല്ലാം പറിച്ചു കളഞ്ഞു, മൂന്നാമത് നല്ലത് മാത്രം കിളിപ്പിക്കാൻ ശ്രദ്ധ വെച്ചു. അത് തന്നെയല്ലേ ആത്മീയ ഗോളത്തിലും ആവശ്യം. മാതാപിതാക്കളോട് പറയട്ടെ, മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നവർ നിരന്തരം അവരുടെ ഗാർഡൻ, അവരുടെ ഹൃദയത്തിൻ്റെ തോട്ടം ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുക. അവർ ഉറങ്ങുമ്പോൾ നമുക്ക് ചെയ്യാം, അവർ പുറത്തായിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാം. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ദൈവത്തെ മറന്ന് വേറെ വഴി പോകുമ്പോഴും നമുക്കത് ചെയ്യാൻ സാധിക്കും. കാരണം വേരോട്, അതായത് ദൈവത്തിന് ചേരാത്തത് പുൾ ഡൗൺ ചെയ്യാണ്. ഞാൻ പറഞ്ഞ 2 തിമോത്തി 10 3, 4, 5, 6 പുൾ ഡൗൺ ചെയ്തിട്ട് അത് എടുത്തു കളഞ്ഞ ഉടനടി അവിടെ നല്ല വിത്തുകൾ ഇടുക. എന്നിട്ടത് കണ്ടിന്യൂസ് ആയിട്ട് അവരെ പറഞ്ഞ് അനുഗ്രഹിക്കുക. ഇത് ചെയ്യാൻ സാധിക്കും. നമുക്ക് അടുത്ത തലമുറകളെ നമ്മൾ വീണ്ടെടുത്തിട്ടേ നിൽക്കത്തുള്ളൂ. അങ്ങനെ നമുക്കൊരു ഉറപ്പ് ദൈവം തരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, എത്രയോ മനോഹരമായിട്ട് നീ ഞങ്ങളോട് സംസാരിക്കുകയാണ്. വിത്തുകൾ നല്ലതാണ് എങ്കിൽ പാപം ചെയ്യാനൊക്കത്തില്ല. വിത്ത് നല്ല സ്ഥലത്തായിടണമെങ്കിൽ ഞങ്ങളുടെ ജോലിയാണ് മുള്ളും പറക്കാരെ ഉള്ളതെല്ലാം പറിച്ച് ദൂരെ കളയുക. തലമുറകളുടെ മുൻപല്ലത്തെ ശാപമൊക്കെ അപ്പച്ചൻ എപ്പോഴേ ക്രൂശയിൽ എടുത്തു കളഞ്ഞു. ഇനി ഈ വേണ്ടാത്ത നിൽക്കുന്നതൊക്കെ പറിച്ച് കളഞ്ഞിട്ട് വേലി കെട്ടി നല്ല സ്ഥലമാക്കി നല്ല വിത്തുകളിട്ട് കിളിപ്പിക്കാനുള്ള കൃപ തരണം. അതിനുള്ള വാഞ്ച ഇട്ട് തരണം. നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ വചനം ചെന്ന് കഴിയുമ്പോൾ അവിടെ വെള്ളവും വെയിലും ഇട്ട് കൊടുത്ത് അപ്പച്ചൻ തന്നെ അത് വളർത്തിയെടുക്കും. അതിൻ്റെ പ്രതിഫലം തരുന്നവൻ നീ ആകിയാൽ ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ തോട്ടത്തിൽ, ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പിതാവാം ദൈവം, ഈ തോട്ടത്തിൻ്റെ കാര്യസ്ഥൻ യേശു ക്രിസ്തു. പരിശുദ്ധാത്മാ കടന്നു വന്നിട്ട് ഞങ്ങളുടെ തോട്ടത്തിനെ വൃത്തിയാക്കി ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധമാക്കി നല്ല ഫലം കായ്ക്കുന്ന സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം, ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. ഇതെല്ലാം ഞങ്ങളിൽ കൂടെ നല്ല വിത്തുകൾ ഞങ്ങൾ ഇടുകയാണ്. ഈ വിത്തുകൾ മാത്രമേ കിളുക്കാവൂ, മറ്റൊന്നും കിളുക്കാനൊക്കത്തില്ല. ഓർഡർ നമ്മൾ വാഗൊണ്ട് പറയണം, മറ്റു വിത്തുകൾ കരിഞ്ഞു പോകണം. ഇൻ ഇറ്റ്സ് കൺസെപ്ഷൻ ഇറ്റ്സെൽഫ്, ഇടുന്നതിന് മുമ്പ് അത് കരിഞ്ഞു പോകണം കർത്താവേ. ബാക്കിയുള്ളതെല്ലാം നല്ലത് മാത്രം കിളിച്ച്. യെശയ്യാ 62 പറയുന്നു, ഇനി നിൻ്റെ ധാന്യം ഞാൻ ശത്രുക്കൾക്ക് കൊടുക്കത്തില്ല, നീ ഉണ്ടാക്കിയ വീഞ്ഞ് മറ്റുള്ളവർ കുടിച്ച് തീർക്കത്തില്ല, നീ നിൻ്റെ സന്തതിക്കും അത് ഞാൻ അനുഗ്രഹമായി തന്നിരിക്കുന്നു. വചനം ഞങ്ങളെ വായിക്കുവാൻ തുടങ്ങിയതിനാൽ, വചനം ഞങ്ങളെ അറിയുവാൻ തുടങ്ങിയതിനാൽ ഞങ്ങൾ ദൈവത്തിൽ സന്തോഷിക്കുന്നു കർത്താവേ. ആ സമാധാനം, ദിവ്യ സമാധാനം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിന് നന്ദി. തലമുറകളിലേക്ക് ഇത് പാസ് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.